ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു വെറൈറ്റി തോരനാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മിക്സീൻ്റെ ജാറെടുത്ത് അതിനകത്തേക്ക് നമ്മളൊരു അരമുറി തേങ്ങ ചെരുവിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിനകത്തേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ജീരകം ഇട്ട് കൊടുക്കുക. അതിനകത്തേക്ക് നമുക്കതിൻ്റെ ആ ടേസ്റ്റ്, ആ ഫ്ലേവർ ഇഷ്ടമാകുന്നതനുസരിച്ചിട്ട് നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊരു 1/4 ടീസ്പൂൺ അങ്ങനെയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ചൊവ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മൾ അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക, അതായത് ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ നല്ലോണം വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല, കാരണം എന്ന് വെച്ചാൽ കുഴഞ്ഞു പോകും. നമ്മൾ ഇതുപോലെ എന്താ പറയുക, ഒന്ന് വെള്ളം ചേർക്കാണ്ട് അരച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പൊടി പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമ്മൾ അരച്ചെടുക്കുക. അടിപൊളി സംഭവമാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മളെ വീട്ടിൽ പച്ചക്കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പപ്പടം ഇങ്ങനെ കാച്ചുക, മുഴുവനായിട്ടല്ല, പപ്പടം പൊട്ടിച്ചിട്ട് അത് നമ്മളിങ്ങനെ വറുത്ത് കോരിയെടുത്ത് മാറ്റി വെക്കണം. എന്നിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടാകുമ്പം പാൻ ചൂടായതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് കുറച്ച് നമ്മൾ കടുക് പൊട്ടിക്കാനുള്ള വെളിച്ചെണ്ണ നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് അത്യാവശ്യം പൊട്ടിയതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ഉഴുന്നുപരിപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്താൽ നമുക്ക് ആ ഒരു ഫ്ലേവറും ആ ഒരു ടേസ്റ്റിൽ തന്നെ വ്യത്യാസം ഉണ്ടാവും. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാ തോരനിലും ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ആ അരച്ചെടുത്ത ആ മിക്സ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ല പോലെ നമ്മൾ മിക്സാക്കുക. ആ എണ്ണയിലെല്ലാം നല്ലോണം മിക്സാക്കി എടുക്കുക. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. എന്നിട്ടാകുമ്പോൾ നല്ലോണം ആഡ് ചെയ്തിട്ടാകുമ്പം നല്ലോണം മിക്സ് ചെയ്തിട്ടാകുമ്പം നമ്മൾ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളിതാ പപ്പടം ഒന്നും കൂടി കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് നമ്മൾ ആ മിക്സിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സിമ്പിളാണ്. പപ്പടം വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വിഭവമല്ല, ഒരു തോരൻ തന്നെയാണ്. നല്ല ടേസ്റ്റാണ്. പച്ചക്കറിയൊന്നും വീട്ടിലില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. കഞ്ഞിക്കെല്ലാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കഞ്ഞിക്കും ചോറിനായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാത്തവർ, കുറേ പേര് ട്രൈ ചെയ്തിട്ടെല്ലാം ഉണ്ടാവും. അപ്പോൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ഈ റെസിപ്പി ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തിട്ടാകുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമായോ അല്ലെങ്കിൽ ഇഷ്ടമായില്ലേ, നിങ്ങളെ ഫീഡ്ബാക്ക് എന്തായാലും എനിക്കൊന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.